ഹേ ഗൈസ്, അങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ടോഡ്സ് ഇവന്റ് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇന്ന് കുറെ പാക്സ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ 3 അക്കൗണ്ടിലായിട്ടാണ് ഇന്ന് പാക്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ സീസൺ ടോക്കൺ വെച്ചിട്ടുള്ള എക്സ്ട്രാ ടൈമിന്റെ അത് നമുക്ക് ഇന്ന് ഓപ്പൺ ചെയ്യാം. എന്തായാലും ആരൊക്കെ കിട്ടും നോക്കാം. വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. ടോഡ്സ് ഇവന്റ് ആണ്. എന്തായാലും നോക്കാം. അപ്പൊ എന്തായാലും വീഡിയോ 3 ഗെയിംസിന്റെ പാക്ക് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പോസിബിലിറ്റി 1-on-3 തൊട്ട് 1-on-9 ആയിട്ടുണ്ട്. പിന്നെ ഗൈസ് ടോഡ്സ് ഇവന്റ് എങ്ങനെയുണ്ടെന്ന് എന്തായാലും കമന്റ് ചെയ്യുക. ഷാർട്സ് ഒക്കെ ഉണ്ടാക്കാൻ കുറച്ച് പാടാണെന്നൊക്കെ കേട്ടു. ഗൈസ് ടോഡ്സ് ഇവന്റ് ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് കിടക്കുകയാണ് ദിവസങ്ങൾ. കുറേ ദിവസം ഉണ്ടാവും എന്തായാലും ടോഡ്സ് ഇവന്റ്. ഓക്കെ, 3, 2, 1 ലെറ്റ്സ് ഗോ. പാക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാക്ക് തന്നെ ആരെങ്കിലും കിട്ടുമോ അതോ ഈ മൂഞ്ചിക്കോ നോക്കാം. ഓക്കെ, ലോഡിങ്. ഓക്കെ, നെതർലാൻഡ് സ്ട്രൈക്കർ. നോ ഗൈസ്, ഗോൾ കീപ്പർ ആരാ? ഓക്കെ, ടോഡ്സിന്റെ ഫസ്റ്റ് പാക്ക് തന്നെ നമ്മൾ മൂഞ്ചിട്ടുണ്ട്. പസ്വീറിനെ കിട്ടിയിട്ടുണ്ട്. നോ യൂസ്. ഷാർട്സ് ഒക്കെ ജസ്റ്റ് 10 ആയിട്ട് കിട്ടും തോന്നുന്നു. ഓ ചങ്ങാന്റെ സ്റ്റാറ്റ്സ് ഒക്കെ സീനാണ്. ഇവന്റെ വയസ്സ് നോക്ക് ഗൈസ്, 41 വയസ്സുള്ള ഗോൾ കീപ്പറോ? അവിടെ ഇവരൊക്കെ സ്റ്റാമിന ഉണ്ടോ ഗൈസ്? നമ്മുടെ അണ്ണൻ എന്തായാലും ഒരു എതിരാളി ആയിട്ടുണ്ട് ഇപ്പോ. എന്തായാലും ചങ്ങാന്റെ സ്റ്റാറ്റ്സ് ഒക്കെ ഡബിളാണ് ഗൈസ്. അങ്ങനെ നെക്സ്റ്റ് ഞാൻ എക്സ്ട്രാ ടൈമിലോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ നമുക്ക് പിക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തായാലും ഫസ്റ്റ് തന്നെ ഒരു ഫ്രീ പിക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 5 സീസൺ ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് 12,000ന്റെ മാർക്കറ്റ് പിക്ക് ആണ്. ഇവിടുന്നാണ് ഗൈസ് നമുക്ക് 100 സീസൺ ടോക്കൺസ് കിട്ടാൻ ചാൻസ് ഉള്ളത്. എന്തായാലും നോക്കാം. ഇപ്പോൾ പിക്ക് ഓപ്പൺ ചെയ്തിട്ടുമ്പോൾ എല്ലാവരും പോയിട്ട് ലൈക്ക് ചെയ്യുക നമ്മുടെ ലെക്കിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എന്തായാലും ഓപ്പൺ ചെയ്യുക. കുറച്ച് നോ കൊടുത്ത് ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഇടക്കിടക്ക് ലെക്ക് ഉണ്ടാവാറുണ്ട്. എന്തായാലും നോക്കാം. ഓക്കെ, ഇനി മെല്ലെ എസ് കൊടുക്കുക. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. നോക്കാം. 4 പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. 4 പ്ലേയേഴ്സ് ഇല്ല ഗൈസ്, 3 പ്ലേയേഴ്സ് ആണ്. ഓക്കെ, 125 സീസൺ ടോക്കൺസ് ഉണ്ട്. പിന്നെ ഇൻഡോംബെല്ലേൻ്റെ കാർഡ് ഉണ്ട്. പിന്നെ 2 പ്ലേയേഴ്സ് ഉണ്ട്. 1-on-2ന്റെ വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും ഞാൻ സീസൺ ടോക്കൺ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് ക്ലെയിം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് പിക്ക് ഓപ്പൺ ചെയ്യണം. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, അങ്ങനെ സീസൺ ടോക്കൺസ് കൈ കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് നമ്മുടെ സ്പെഷ്യൽ പിക്ക് ഓപ്പൺ ചെയ്യാം. അങ്ങനെ നമ്മൾ സീസൺ ടോക്കൺസ് 100 വെച്ചിട്ടുള്ള പിക്ക് ഓപ്പൺ ചെയ്യാൻ പോവാണ്. എന്തായാലും ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. യെസ് കൊടുത്തിട്ടുണ്ട്. യെസ് ബോട്ട്സ്, ഇതിലെങ്കിലും ഒരു ഐക്കൺ. നോ ഗൈസ്, മാസ്കറാനോ, ബാർക്കോള, പിന്നെ 1-on-5ന്റെ ഡിജോങ്ങോ ഏതൊരു പ്ലെയർ ഉണ്ട്. ഷാടാ, ഇതിൽ ജംസ് ഇല്ല ഗൈസ്. എന്തായാലും ഞാൻ ബാർക്കോൾ തന്നെ സെലക്ട് ചെയ്യാൻ പോവാണ്. 60 ഷാർട്സ് ആയി. എന്തായാലും ടീമിനൊട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റിയ കാർഡൊന്നുമല്ല. എനിക്കത്ര വലിയ കാര്യമായിട്ടുള്ള പ്ലെയർ ഒന്നുമല്ല. എന്തായാലും നമുക്ക് കൺഫേം അടിക്കാം. എന്തായാലും W-or L എന്നൊന്നും പറയാൻ പറ്റൂല. ഒരു മിഡ് കാർഡാണ്. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ആരെയാ ഇതിൽ നിന്ന് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും മൂഞ്ചിയിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മൾ പിക്ക് ചെയ്ത ബാർക്കോൾ തന്നെ പോയിട്ട് കളക്ട് ചെയ്യുക. ജസ്റ്റ് ഒരു ടോട്ട്സ് വാക്കൗട്ട് കാണാം, അത്രേ ഉള്ളൂ. വി ഗോ, ഓപ്പൺ ചെയ്യാം. എന്തായാലും നമുക്ക് സ്റ്റാർട്സ് ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കാം. സ്കോഡിലേക്ക് ഇടാൻ പറ്റുമോ നോക്കാം. ഓ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാർട്സ് ഒക്കെയാണ്. അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. ബിഗ് ഫുഡ് ഉണ്ട്. ഞാൻ എന്തായാലും സ്റ്റാർട്സ് തന്നെ ആക്കും. ഗൈസ്, അങ്ങനെ വീക്ക് 2ലെ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വീക്ക് 2ലെ കുറച്ച് പാക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. വീക്ക് 2 എന്തായാലും റൂട്ട് ഹുല്ലിന്റെ കാർഡൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് കിട്ടില്ല. എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കുറച്ച് ഷാർട്സ് ഉണ്ടാക്കണം. അതിനായിട്ട് എന്തെങ്കിലും താടാ സ്പോർട്സ്. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ബോണസ് അൺട്രേഡബിൾ പ്ലെയർ ആണ്. ഇതിൽ നമുക്ക് റൂട്ട് ഹുല്ലിനെ കിട്ടും ഉറപ്പാണ്. നോക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 1-on-7 എങ്കിലും കിട്ടണം. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വി ഗോ, വാക്കൗട്ട് ഇസ് കമ്മിങ്. ഓക്കെ, അർജന്റീന ഏതോ CF ലിവർപൂൾ ആരാ? ഓ ഗൈസ്, മാക്കലിസ്റ്റർ. ഓ, കിടിലൻ കാർഡാണ്. അത്യാവശ്യം നല്ല കാർഡാണ് തോന്നുന്നു കണ്ടിട്ട്. നോ, സ്കിൽ മൂവ്സും ബാഡാണ്. വീക്ക് ഫുഡും ഉണ്ട്. സ്റ്റാർസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ബട്ട് ടീമിനോട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റിയ കാർഡല്ല ഗൈസ്. എന്തായാലും ഒരു 60 ഷാർട്സ് വെറുതെ കിട്ടി ഗൈസ്. ഇനി നമ്മൾ 2000 വൈൻ്റെ ജംസ് പാക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വെർച്വൽ വൈൻഡേക്കിൻ്റെ കാർഡൊക്കെ നൈസാണ്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് വെറുതെ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും വാക്കൗട്ട്. നോ ഗൈസ്, അങ്ങനെ ഞാൻ ടോഡ്സ് വീക്കെൻഡ് ചാലഞ്ചിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഒരു മാച്ച് കൂടി, ഫൈനൽ മാച്ച് കൂടി കളിച്ചാൽ നമുക്ക് റിവാർഡ് കിട്ടും. എന്തായാലും ഫൈനൽ മാച്ച് കൂടി കളിച്ച് കംപ്ലീറ്റ് ആക്കട്ടെ. മാച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല.
യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ മാച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ റിവാർഡ് ആയിട്ടുള്ള 1-on-1 തൊട്ട് 1-on-9 വരെയുള്ള പ്ലെയറിനെ കിട്ടുന്ന പാക്ക് ഓപ്പൺ ചെയ്യുക. ലെറ്റ്സ് ഗോ. വലിയ പ്രതീക്ഷയൊന്നും ഇല്ല, എന്തായാലും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോ ഗൈസ്, വാക്കൗട്ട്. എടാ ഇവനെ തന്നെയല്ല ഗൈസ് നമുക്ക് നേരത്തെ പാക്ക് ഒന്നും കിട്ടിയത്, ഇതെന്താടാ ഗൈസ്? അങ്ങനെ ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഇവിടുന്ന് നമുക്ക് 3 ഗെയിംസിൻ്റെ പാക്ക് ഓപ്പൺ ചെയ്തൊക്കെ വീക്ക് 2 പാക്കാണ്. ഓക്കെ ലെറ്റ്സ് ഗോ. 3, 2, 1 ഓപ്പൺ ചെയ്യുക. വാക്കൗട്ട് ഈസ് കമ്മിങ്. ഓക്കെ, ഫ്രാൻസ് ആണ് ലെഫ്റ്റ് വിങ്. നോ സ്ട്രൈക്കർ, ഏതോ ഊമ്പിയ കാർഡാണ്. യെസ്, 1-on-3ന്റെ മറ്റേറ്റാന്ന് പറഞ്ഞ പ്ലെയറിന്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓൺലി ഫോർ 10 ഷോട്ട്സ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഗൈസ് തീരെ ലക്കില്ലാത്തൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ബോറിംഗ് ആയിരിക്കും അറിയാം ഈ വീഡിയോ. നോ സീൻ. എന്തായാലും നമ്മൾ ഇരട്ടി പവറോടെ തിരിച്ചു. പിന്നെ ഗൈസ് എൻ്റെ അടുത്ത് ഇപ്പോൾ കറന്റ് 860 ഷാർട്സ് ഉണ്ട്. ഞാൻ എന്തായാലും ഹോൾഡ് ചെയ്യാൻ പോവാണ് ആ ഷാർട്സ് ഒക്കെ. വെയിറ്റിംഗ് ഫോർ യൂട്ടോട്സ് വന്നിട്ട് വേണം നമുക്ക് ഒരു കിടിലം പ്ലെയറിനെ എടുക്കണം. കിടിലം 2-3 പ്ലെയറിനെ എടുക്കാൻ പറ്റും തോന്നാലും ഷാർട്സ് ഒന്നും ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നില്ല. ഒരു ഹ്യൂജ് സ്കോഡ് അപ്ഗ്രേഡും വീഡിയോ ചെയ്യണം, അതുകൊണ്ടാണ്. പിന്നെ ഗൈസ് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ എത്ര ഷാർട്സ് ഉണ്ടെന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടോട്ട്സ് നിന്ന് കിട്ടിയ ഏറ്റവും ടോപ്പ് കാർഡ് ഏതാണെന്ന് കൂടി കമന്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് ഒക്കെ ചെയ്യുക. എഫ്സി മൊബൈലിലേക്ക് കിടിലം വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് വീഡിയോ കാണാം ഗൈസ്. ബൈ.